കേരള സർവകലാശാലയിൽ രജിസ്ട്രാർക്കെതിരെ നടപടി കടുപ്പിച്ച് വീസി. രജിസ്ട്രാർക്ക് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. കാറിന്റെ താക്കോൽ വാങ്ങാൻ നിർദ്ദേശം നൽകി. വാഹനം സർവകലാശാല ഗാരേജിലിടാനും നിർദ്ദേശം. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, രജിസ്ട്രാർക്കെതിരെ വീസിയുടെ നടപടി തുടരുകയാണ്. എന്ത് നിർദ്ദേശമാണ് ഇതിനകം നൽകിക്കഴിഞ്ഞത്? കെ.പി. സർവകലാശാല ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സസ്പെൻഷൻ ലംഘിച്ച നടപടിയെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ തുടരുകയാണ്. KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നേരത്തെ തന്നെ VC ഏർപ്പെടുത്തിയതാണ്. എന്നാൽ അനധികൃതമായിട്ടുള്ള സിൻഡിക്കേറ്റ്, അതായത് VCയുടെ തന്നെ നിർദ്ദേശമില്ലാതെ സിൻഡിക്കേറ്റ് കൂടി ചേർന്നുകൊണ്ടാണ് സസ്പെൻഷൻ റദ്ദാക്കിയതടക്കമുള്ള നടപടി സ്വീകരിച്ചത്. തുടർന്നും സർവകലാശാലയിൽ തുടരുന്നതിനിടയിൽ ആണ് വീണ്ടും വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് നടപടികൾ കടുപ്പിക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉത്തരവാണ് ഇപ്പോൾ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ ഇറക്കിയിരിക്കുന്നത്. അതായത് സസ്പെൻഷനിലായിരിക്കുന്ന രജിസ്ട്രാർക്ക് ഔദ്യോഗികമായിട്ടുള്ള സർവകലാശാലയുടെ ഔദ്യോഗികമായിട്ടുള്ള വാഹനം ഉപയോഗിക്കാനുള്ള യാതൊരു ചട്ടങ്ങളും നിയമങ്ങളും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഉത്തരവിറക്കിയത്. മാത്രമല്ല, വാഹനത്തിൻ്റെ താക്കോൽ വാങ്ങിക്കുവാൻ സെക്യൂരിറ്റിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സെക്യൂരിറ്റി ഇത് വാങ്ങി വാഹനം ഗാരേജിൽ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ നാളെ ജോയിൻറ്റ് രജിസ്ട്രാറുടെ, അതായത് രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കാപ്പൻ എത്തുമ്പോൾ മിനി കാപ്പൻ ഈ ചാവി കൈമാറണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഉത്തരവായിട്ട് വൈസ് ചാൻസലറുടെ ഭാഗത്തുണ്ടായത്. കടുത്ത നടപടിയാണ് സർവകലാശാല വിഷയത്തിൽ മോഹനൻ കുന്നുമേൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാർ KS അനിൽകുമാറും ചേർന്ന് വൈസ് ചാൻസലറുടെ നടപടികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സർവകലാശാലയിൽ തുടരുന്നത്. നേരത്തെ തന്നെ വൈസ് ചാൻസലർ പറഞ്ഞിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളിലൊന്നും ഒപ്പിടേണ്ട കാര്യമില്ല. മിനി കാപ്പൻ ഒപ്പിടുന്നതോ അല്ലെങ്കിൽ മിനി കാപ്പൻ ആയിട്ടുള്ള ഇപ്പോൾ രജിസ്ട്രാർ ചുമതല വഹിക്കുന്ന മിനി കാപ്പൻ ഒപ്പിടുന്ന അല്ലെങ്കിൽ അതുമായി പരിശോധിക്കുന്ന ഫയലുകൾ മാത്രമേ താൻ ഒപ്പുവയ്ക്കൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വൈസ് ചാൻസലർ വ്യക്തമാക്കിയിരുന്നു. കാരണം നിയമപ്രകാരം KS അനിൽകുമാറിന് സർവകലാശാലയിൽ തുടരുവാനോ മറ്റ് നടപടികൾ, അതായത് ഈ ഫയൽ നോക്കുന്നതടക്കമുള്ള നടപടികൾ ചെയ്യുവാനോ അധികാരമില്ല എന്നിരിക്കെ, അതായത് വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിക്ക് സർവകലാശാലയിൽ തുടരാൻ അർഹതയില്ല അല്ലെങ്കിൽ അധികാരമില്ല എന്നിരിക്കെയാണ് വീണ്ടും KS അനിൽകുമാർ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സസ്പെൻഷൻ റദ്ദാക്കിയത് ആ നടപടിയിൽ സർവകലാശാലയിൽ തുടരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ VC തന്നെ ശക്തമായ ഒരു പടി കൂടി കടന്നുകൊണ്ട് ശക്തമായ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അനിൽകുമാർ വാഹനം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കേണ്ട എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് വൈസ് ചാൻസലർ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, അത് നിലവിലെ ഈ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കാപ്പന് നൽകുവാനും വൈസ് ചാൻസലർ ഉത്തരവിടുകയും ചെയ്തു. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഈ നേരത്തെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ വിഷയത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സെനറ്റ് ഹാളിൽ നടന്നൊരു പരിപാടിയാണ്. ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ഗവർണർ പങ്കെടുക്കുന്ന, അതായത് സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയെ റദ്ദാക്കുന്ന ഒരു നിലയിലേക്ക് രജിസ്ട്രാർ നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, രജിസ്ട്രാർക്ക് ആ സ്ഥലത്തേക്ക് എത്തുവാനോ പരിപാടി സ്ഥലത്തേക്ക് എത്തുവാനോ പരിപാടി ക്യാൻസൽ ചെയ്യുവാനോ അധികാരമില്ല എന്നിരിക്കെ, അതും സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന ആ പരിപാടി ക്യാൻസൽ ചെയ്യുന്ന നിലയിലേക്ക്, റദ്ദാക്കുന്ന നിലയിലേക്കെല്ലാം ഈ KS അനിൽകുമാർ നടപടി ചെയ്തിരുന്നു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടക്കുന്നത്. രാജ്ഭവനും പറഞ്ഞു ഈ രജിസ്ട്രാറുടെ നടപടിയിൽ അന്വേഷണം വേണമെന്ന ആവശ്യം രാജ്ഭവനും ഇടപെടുകയും ചെയ്തിരുന്നു. തുടർന്നാണ് വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തുകയും KS അനിൽകുമാർ, രജിസ്ട്രാറായിരുന്ന KS അനിൽകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തതിനു ശേഷമാണ് അന്വേഷണ വിധേയമായി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്. ഇതേ തുടർന്നാണ് പിന്നീട് ഈ സസ്പെൻഷൻ വൈസ് ചാൻസലർക്ക് സസ്പെൻഷൻ ചെയ്യാൻ അധികാരമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേരുകയും VCയുടെ സാന്നിധ്യമില്ലാതെ ആ യോഗത്തിൽ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടൊരു ഉത്തരവ് ഇറക്കുകയും ചെയ്തത്. എന്നാൽ ഇത് ചട്ടവിരുദ്ധമാണെന്ന് നേരത്തെ തന്നെ നിയമവിദഗ്ധരും അതോടൊപ്പം തന്നെ വൈസ് ചാൻസലറും പറഞ്ഞിരുന്നു. എന്നാൽ അത് കൂട്ടാക്കാതെയാണ് വീണ്ടും ഈ സർവകലാശാലയിൽ അനിൽകുമാർ തുടരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിനെതിരെയാണ് വീണ്ടും വൈസ് ചാൻസലർ തന്നെ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് മുൻ രജിസ്ട്രാറായിരുന്ന KS അനിൽകുമാർ വാഹനം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ നിലപാട് ഘടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ആ വാഹനത്തിൻ്റെ താക്കോൽ വാങ്ങിക്കുവാനും താക്കോൽ വാങ്ങിയതിനു ശേഷം വാഹനം ഗ്യാരേജിൽ സൂക്ഷിക്കുവാനും നിർദ്ദേശിച്ചു. തുടർന്ന് നാളെ ഈ വാഹനത്തിൻ്റെ താക്കോൽ നിലവിലെ ചുമതല വഹിക്കുന്ന മിനി കാപ്പന് നൽകുവാനും നിർദ്ദേശിച്ചു. KP പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.